വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മറ്റൊരു വിചിത്ര നടപടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം പൂജ അറിയുന്ന അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ള ഭീഷണി. പൂജ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ നടപടി എടുക്കും എന്നുള്ള താക്കീത് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുകയാണ്. പാരമ്പര്യ തന്ത്രിമാർക്കും പൂജ നടത്താൻ അവകാശമുള്ളവർക്കും ഒക്കെ ഈ നടപടി തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ലല്ലോ. നമുക്ക് എന്താണ് ആ ഭീഷണി, എന്താണ് നടപടി എടുക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ആരായാം. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രശാന്ത്, എന്താണ് വിശദാംശങ്ങൾ? പൂജ അറിയുന്ന അധ്യാപകർ അധ്യാപക വൃത്തിക്ക് ശേഷം മറ്റിടങ്ങളിൽ പൂജയ്ക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുന്നത്. അതായത് ഇത് കോഴിക്കോട് നടന്നൊരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു നടപടി കടുപ്പിക്കുന്ന നിലയിലേക്ക് എത്തിയത്. അത് ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ കർശനമായിട്ടുള്ള അച്ചടക്ക നടപടി അടക്കം ഉണ്ടാകും എന്നും വിദ്യാഭ്യാസ വകുപ്പ് പറയുകയും ചെയ്യുന്നു. ഇത് കോഴിക്കോട് അധ്യാപകൻ, ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്കൂൾ സമയത്തിന് ശേഷം മറ്റൊരു സ്ഥലത്ത് പൂജയ്ക്ക് പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി ലഭിക്കുകയും ആ പരാതി അടിസ്ഥാനത്തിൽ അന്വേഷണമൊക്കെ നടന്നിരുന്നു. അന്വേഷണമൊക്കെ നടന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ചെന്നിരിക്കുന്നത്. അതായത് ഈ പൂജ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഒരു പണം വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിശ്ചിത ഫീസ് നിശ്ചയിച്ചുകൊണ്ട് വാങ്ങുന്നതല്ല. അതിന് കിട്ടുന്നത് ദക്ഷിണയായിട്ടാണ് ഈ പൂജയ്ക്ക് അവർ പോകുന്ന സ്ഥലങ്ങൾ നൽകുന്നത്. അത് ചിലപ്പോൾ ദക്ഷിണ ഉണ്ടാകില്ല, ചിലപ്പോൾ അല്ലാതെ തന്നെ ഈ പൂജാരി തന്നെ വീടുകളിൽ പോയി ചെയ്തു കൊടുക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഇതെല്ലാം ഒരു ധർമ്മപ്രവൃത്തി എന്ന നിലയിലാണ് ഈ പൂജാതി കാര്യങ്ങൾ നടക്കുന്നത്. അത് നേരത്തെ ഈ സർക്കാർ മാനദണ്ഡങ്ങളിലെല്ലാം പറയുന്നത് പോലെയുള്ള മറ്റ് സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റ് ഈ ട്യൂഷൻ കേന്ദ്രങ്ങളിൽ പഠിപ്പിക്കുന്നതോ കണക്കോ അല്ല. ഇതൊരു ധർമ്മപ്രവൃത്തി എന്ന നിലയിലാണ്. അത് എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ടുള്ളവരും നടത്തുന്ന കാര്യമാണ്. കാരണം ഈ ക്രൈസ്തവ പുരോഹിതന്മാരായാലും ശരി, ഇത്തരത്തിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാരും അതോടൊപ്പം കന്യാസ്ത്രീമാരടക്കമുള്ളവർ, മറ്റ് ഇതര മതസ്ഥയിൽപ്പെട്ടവരടക്കമുള്ളവർ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയി അല്ലെങ്കിൽ വീടുകളിലൊക്കെ പോയും ഈ സമാനമായ ധർമ്മപ്രവർത്തികളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു സർക്കുലർ പറഞ്ഞിരിക്കുന്നത് ഹൈന്ദവാചാരപരമായിട്ടുള്ള പൂജകൾ നടത്താൻ പാടില്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും. അത് കടുത്ത അച്ചടക്ക നടപടിയിലേക്കൊക്കെ കടക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ കേരളത്തിൽ പലയിടങ്ങളിലും പരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചില ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് പരമ്പരാഗതമായിട്ട് നടത്തി വരുന്ന ചില കുടുംബങ്ങളുണ്ട്. ചിലർക്ക് അങ്ങനെയുള്ള കാരായ്മ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ചില തന്ത്രങ്ങൾ ചില അമ്പലങ്ങളിലും അതോടൊപ്പം ചില സ്ഥലങ്ങളിലൊക്കെ തന്ത്രങ്ങൾ നടത്താൻ അർഹതപ്പെട്ട കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ടവരായിട്ടുള്ള പൂജാരിമാരാണ് അവിടെ പോയി നടത്തുന്നത്. അതോടൊപ്പം തന്നെ അങ്ങനെ ഉള്ള ചില ആളുകളൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ ഇത് വലിയ തിരിച്ചടിയായിട്ട് മാറും. കാരണം സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നാൽ പോലും അല്ലെങ്കിൽ അധ്യാപകരായിരുന്നാൽ പോലും ഈ കാരായ്മയുടെയൊക്കെ ഭാഗമായിട്ട് ഇവർ മറ്റു അമ്പലങ്ങളിലൊക്കെ പോയി തന്ത്രം നടത്തുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഉത്തരവ് അവരെല്ലാം ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇത്